ശ്രീമധുരയ്ക്ക് പോയ നീ ചെന്നിട്ട് വാമാസുരനെ വധിച്ച കൃഷ്ണഹരി അക്രൂരനുണ്ടോ വരുന്നതെന്നോർത്തിട്ടു അക്കാലവും പാർത്തിരുന്ന കൃഷ്ണഹരി. ചിത്രാംഗതയും ഉലൂപിയെയും അനുഗ്രഹിച്ച് തൻ്റെ മകനായ ഭദ്രുവാഹകനെ പ്രത്യേകം അനുഗ്രഹിച്ച് അർജുനൻ നേരെ പോയത് മഗധ രാജ്യത്തേക്കാണ്. ജരാസന്ധ പുത്രനാണ് അവിടെ രാജ്യം ഭരിച്ചിരുന്നത്. ദുർബലമായൊരു യുദ്ധം ചെയ്തിട്ട് കുതിരയെ വിട്ടുകൊടുത്തു. പിന്നീട് ചേതി രാജ്യം, നിഷാദ രാജ്യം, ദശാർണം, ഗാന്ധാരം അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ കടന്നുപോയി കുതിര. ചേതി രാജ്യത്തിലെ ശിശുപാല പുത്രനായ ശലഭനും നിഷാദ രാജ്യത്തിലെ ഏകലവ്യ പുത്രനുമായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. അനന്തരം തെക്കോട്ട് നീങ്ങി ഭാരതഭൂമിയുടെ തെക്കേ അറ്റം വരെ എത്തി കുതിര. പിന്നീട് പടിഞ്ഞാറേ സമുദ്രക്കരയിൽ കൂടി വടക്കോട്ട് നീങ്ങി മേധാശ്വം ഗോകർണം വഴി ദ്വാരകയിലേക്കാണ് പോയത്. ആന്ധ്രം, ദ്രാവിഡം, പാണ്ഡ്യം, ചോളം, ചേരം, കർണാടകം, കൊങ്കണം എന്നീ രാജ്യങ്ങളിലൊക്കെ കുതിരയെ തടയിലുണ്ടായി. പരിമിതമായ യുദ്ധം ചെയ്ത് അവരൊക്കെ വിട്ടുകൊടുക്കുകയും ചെയ്തു. അശ്വമേധത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് സന്ദർഭം ആകുമ്പോൾ ഞാൻ മടങ്ങി വരാം എന്ന് പറഞ്ഞ് ഭഗവാൻ ദ്വാരകയിലേക്ക് പോവുകയും ചെയ്തു. ആ സമയത്താണ് അർജുനൻ യാഗാശ്വമായിട്ട് ദ്വാരകയിൽ എത്തിയത്. യാദവ പ്രമാണികൾക്ക് തോന്നി കുതിര ഒന്ന് തടഞ്ഞാൽ എന്താവും. ഇതറിഞ്ഞ ഉഗ്രസേന മഹാരാജാവ് അവരെ വിലക്കി. പിന്നീട് ബലരാമനും ശ്രീകൃഷ്ണനും യാദവ പ്രമാണിമാരും ഒക്കെ ചേർന്ന് അശ്വത്തെ എതിരേറ്റ് സ്വീകരിച്ചു. അർജുനന്റെ ഓരോ നിമിഷത്തെ ചലനവും അപ്പോ ചാരന്മാർ മുഖേന യുധിഷ്ഠിര മഹാരാജാവ് അറിഞ്ഞുകൊണ്ടേയിരുന്നു. മേഘമാസത്തിലെ പൗർണമി ദിവസം യുധിഷ്ഠിര മഹാരാജാവ് ഭീമസേനനെ വിളിച്ചു പറഞ്ഞു, അനിയ, ഇനി യജ്ഞാരംഭത്തിന് 1 മാസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇനി മടിച്ചിരിക്കണ്ട, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീങ്ങട്ടെ എന്ന് പറഞ്ഞു. സാമന്തന്മാരെയും മറ്റു രാജാക്കന്മാരെയും ഋഷികളെയും ഒക്കെ നേരിട്ട് കണ്ടു ക്ഷണിക്കാൻ വേണ്ടി ദൂതന്മാരെ ഭീമസേനൻ നിയോഗിക്കുകയുണ്ടായി. അങ്ങനെ യജ്ഞത്തിൻ്റെ കോലാഹലങ്ങൾ നാട് മുഴുവൻ നടക്കാൻ തുടങ്ങി. പർണശാലഘട്ടിൽ അത് ഒരേ തിക്കും തിരക്കും തന്നെയാണ്. ആ സമയത്താണ് ഒരു ചാരൻ വന്ന് അറിയിക്കണത് അർജുനൻ നാളെ ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. നാട് മുഴുവൻ മേധാശ്വത്തെ നടത്തി വരുന്ന വിജയനെ ധൃതരാഷ്ട്ര, യുധിഷ്ഠിരൻ, ഭഗവാൻ ബലരാമൻ തുടങ്ങിയവരെ ആർഭാടത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. അന്ന് തന്നെ മണലൂര് രാജാവായ ഭദ്രവാഹകനും അമ്മ ചിത്രാംഗതയും അവിടെ വന്നെത്തി. അർജുനൻ്റെ ഭാര്യയായ നാഗകന്യക ഉലൂപിയും എത്തിച്ചേർന്നു. സിന്ധുരാജ്ഞിയായ ദുശ്ശള, പാണ്ഡവരുടെയും കൗരവരുടെയും ഏക സഹോദരിയായ ദുശ്ശള തൻ്റെ പൗത്രനോടുകൂടി യാഗത്തിൽ പങ്കുചേരാൻ അവിടെ എത്തിച്ചേർന്നു. മറ്റു രാജ്യങ്ങളിൽ ക്ഷണിതാക്കളായ രാജാക്കന്മാരെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു. പൗർണമിയുടെ തലേ ദിവസം വ്യാസാചാര്യൻ ഋഷികളും ബ്രാഹ്മണന്മാരെയും ഒക്കെ കൂട്ടി അവിടെ എത്തിച്ചേർന്നു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ യജ്ഞം ആരംഭിക്കുകയും ചെയ്തു. ആ ഹോമധൂപത്താൽ ആ പ്രദേശം മുഴുവൻ പവിത്രമാക്കപ്പെട്ടു. അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അശ്വമേധം നാനാ ദിക്കുകളിൽ നിന്നും വന്നു ചേർന്ന അസംഖ്യം രാജാക്കന്മാരുടെയും മഹർഷിമാരുടെയും ബ്രാഹ്മണരുടെയും സാന്നിധ്യത്തിൽ ഭംഗിയായിട്ട് നിറവേറ്റി. സർവജനങ്ങളും വലിയ സന്തുഷ്ടരായി. അവവൃത സ്നാനവും ദക്ഷിണയൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും യാത്ര പറഞ്ഞ് അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചുപോയി. യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴും
യാഗം തീർന്നപ്പോഴും ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടായി. അങ്ങനെയാണ് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അശ്വമേധയാഗം ഗംഭീരമായി നടന്നത്. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശീസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.